അദ്ദേഹം പറഞ്ഞ എക്കാലത്തും ഏറ്റവും ഹിറ്റായിട്ടുള്ള, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാകാൻ പോകുന്ന ഒരു കൊട്ടേഷനുണ്ട്. എൻ്റെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഞാൻ അഭിനയിക്കാതെ പോയ 500 സിനിമകളാണ് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാര്യം പലരും ഡേറ്റ് ചോദിച്ചെത്തുമ്പം ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ, ചില കഥാപാത്രങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ, ഈ സിനിമയിൽ ചെയ്യാനുള്ള വലിപ്പം എനിക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു നേരം പോക്കിൽ അവസാനിപ്പിച്ച ഒരുപാട് ബുക്കിങ്ങുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അങ്ങനെയുള്ള 500 ബുക്കിങ്ങുകളാണ്, 500 സിനിമാ വേഷങ്ങളാണ്, മലയാള സിനിമയിൽ താൻ അഭിനയിക്കാതെ പോയ 500 കഥാപാത്രങ്ങളാണ് ഈ മലയാള സിനിമാ ലോകത്ത് എൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാനുള്ള ഫലിതബോധം എന്നും ശ്രീനിവാസനുണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യവുമാണ്. പണമൊന്നും അദ്ദേഹത്തിനെ പ്രലോഭിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണവുമായി കയറിയിറങ്ങുന്ന, തിരക്കഥ വാങ്ങാൻ വരുന്ന ആളുകളെയൊക്കെ തന്നെ തമാശകൾ പൊഴിച്ച് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സ്വഭാവമായിരുന്നു നടൻ ശ്രീനിവാസൻ്റേത്. അദ്ദേഹത്തിനെ അടുത്തറിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, ഞാൻ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് മലയാളത്തിലെ 2 പേരുടെ ചങ്ങാത്തം കൊണ്ടാണ്. ഒന്ന് ജഗദീഷ് ശ്രീകുമാർ, ഒന്ന് ശ്രീനിവാസൻ. പലപ്പോഴും ക്യാമറയുടെ മുന്നിൽ മാത്രം ഫലിതം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ജഗദീഷ് ചേട്ടൻ. എന്നാൽ ശ്രീനിവാസൻ അങ്ങനെ ആയിരുന്നില്ല. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതിനേക്കാളും തമാശകൾ പൊഴിക്കാൻ ഏറ്റവും താല്പര്യം കാണിച്ച നടനായിരുന്നു ശ്രീനിവാസൻ. ഒരുപക്ഷേ നമ്മുടെ നടൻ ഇന്നസെൻറ്റിനെ പോലെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഫലിതമുണ്ടാക്കുകയും ഫലിതം പൊഴിക്കുകയും ഫലിതത്തിൻ്റെ അമിട്ടുകൾ പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന അപാരമായ ഫലിതബോധമുള്ള ആളായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന് എന്നോടൊരു ചെറിയ വാത്സല്യം ഉണ്ടായിരുന്നത് പോലും ഞാൻ ചില്ലറ തമാശകളൊക്കെ ടെലിവിഷനിൽ പറയുന്നത് ആണെന്നത് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് താനും. കാര്യം ഞാൻ ചില തമാശകൾ പറയുമ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി ചിരിച്ചതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ആളായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫലിതബോധം മലയാളി ആവോളം ആസ്വദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 200ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തു എന്നുള്ളതും, ആ സിനിമകളിൽ പലതും പിൽക്കാലത്ത് ഒരു സർവകലാശാല പോലെ ആ സിനിമകൾ നമ്മളെ പിന്തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് നല്ല സിനിമകൾ, സന്ദേശമൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാം. നാടോടിക്കാറ്റ്, സത്യൻ അന്തിക്കാട് ചെയ്ത നാടോടിക്കാറ്റിൽ മോഹൻലാലും ശ്രീനിവാസനും ചെയ്ത വേഷങ്ങൾ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും. ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതുപോലെ ഗൾഫിലെ പ്രവാസിയുടെ കഥ പറയുന്ന വരവേൽപ്പ്, അതുപോലെ ഉർവശിക്കൊപ്പം പാർവതിക്കൊപ്പം അഭിനയിച്ച തലയണ മന്ത്രം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ സാധാരണക്കാരൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് നർമ്മത്തിൽ ചാലിച്ച് അദ്ദേഹം അവതരിപ്പിച്ചത്. രാഷ്ട്രീയ ആക്ഷേപഹാസ്യം തനിക്കേറെ വഴങ്ങും എന്ന് അദ്ദേഹം നമ്മോട് ബോധ്യപ്പെടുത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.